G20 ഉച്ചകോടിക്ക് ഡൽഹിയിൽ തുടക്കം. ആഫ്രിക്കൻ യൂണിയന് G20യിൽ അംഗത്വം നൽകി. പ്രഗതി മൈതാനത്തുള്ള ഭാരത് മണ്ഡപം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ വിവിധ രാഷ്ട്രത്തലവന്മാർ, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ, പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പുതിയ ലോകക്രമത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം G20 വേദിയിൽ ഭാരത് എന്നാണ് കുറിച്ചിരിക്കുന്നത്. Your Highnesses, Excellencies, G20 के प्रेसिडेंट के तौर पर भारत आप सभी का हार्दिक स्वागत करता है। इस समय जिस स्थान पर हम एकत्रित हैं, यहां से कुछ ही किलोमीटर के फासले पर लगभग 2500 साल पुराना एक स्तंभ लगा हुआ है। इस स्तंभ पर प्राकृत भाषा में लिखा है, हेवम लोकसा हित मुखेति अथ इयम नातिसु हेवम, अर्थात मानवता का कल्याण और सुख सदैव सुनिश्चित किया जाए। 2500 साल पहले भारत की भूमि ने यह संदेश पूरे विश्व को दिया था। आइए इस संदेश को याद कर इस G20 समिट का हम आरंभ करें। 21वीं सदी का यह समय पूरी दुनिया को नई दिशा दिखाने वाला और नई दिशा देने वाला एक महत्वपूर्ण समय है। ये वो समय है जब वर्षों पुरानी चुनौतियां हमसे नए समाधान मांग रही हैं, और इसलिए हमें ह्यूमन सेंट्रिक अप्रोच के साथ अपने हर दायित्व को निभाते हुए ही आगे बढ़ना है। फ्रेंड्स, कोविड-19 के बाद युद्ध ने इस ट्रस्ट डेफिसिट को और गहरा किया है। जब हम कोविड को हरा सकते हैं तो हम आपसी विश्वास पर आए इस संकट पर भी विजय प्राप्त कर सकते हैं। आज G20 के प्रेसिडेंट के तौर पर भारत पूरी दुनिया का आह्वान करता है कि हम मिलकर सबसे पहले इस ग्लोबल ट्रस्ट डेफिसिट को एक विश्वास, एक भरोसे में बदलें। यह हम सभी के साथ मिलकर चलने का समय है, और इसलिए सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास का मंत्र हम सभी के लिए एक पथ प्रदर्शक बन सकता है। वैश्विक अर्थव्यवस्था में उथल-पुथल हो, नॉर्थ और साउथ का डिवाइड हो, ईस्ट और वेस्ट की दूरी हो, फूड, फ्यूल और फर्टिलाइजर का मैनेजमेंट हो, टेररिज्म और साइबर सिक्योरिटी हो, हेल्थ, एनर्जी और वाटर सिक्योरिटी हो, वर्तमान के साथ ही आने वाली पीढ़ियों के लिए हमें इन चुनौतियों के ठोस समाधान की तरफ बढ़ना ही होगा। फ्रेंड्स, भारत की G20 प्रेसिडेंसी देश के भीतर और देश के बाहर इंक्लूजन का, सबका साथ का प्रतीक बन गई है। भारत में ये पीपल्स G20 बन गया। करोड़ों भारतीय इससे जुड़े। देश के 60 से ज्यादा शहरों में 200 से ज्यादा अधिक बैठकें हुई। सबका साथ की भावना से ही भारत ने प्रस्ताव रखा था कि अफ्रीकन यूनियन को G20 की स्थायी सदस्यता
दी जाए। मेरा विश्वास है कि इस प्रस्ताव पर हम सबकी सहमति है। എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, പ്രൗഢഗംഭീരമായ സദസ്സാണ്. ലോക നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് പ്രധാന അജണ്ട? ഏതൊക്കെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനിരിക്കുന്നു G20 യോഗം? രജിത്ത്, G20യിലൂടെ ലോകം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് കണ്ണുറപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ ഇന്ന് ആഫ്രിക്കൻ യൂണിയന് ഈ ഒരു G20യിൽ അംഗത്വം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 55 രാജ്യങ്ങൾ ചേർന്ന ആഫ്രിക്കൻ യൂണിയനാണ് G20യിൽ ഇപ്പോൾ അംഗത്വം നൽകിയിരിക്കുന്നത്. അതോടെ സിംബാബ്വെ, കെനിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇനി G20യിൽ എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു 9:30 കൂടി തന്നെ ഭാരത് മണ്ഡപത്തിൽ ചടങ്ങ് നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി എത്തുകയും ചെയ്തു. പിന്നീട് ഈ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾ ഓരോരുത്തരായി എത്തുകയും ചെയ്തു. ഇവരെ ഓരോരുത്തരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ 20 അംഗരാജ്യങ്ങളുടെ തലവന്മാരും ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട 9 രാജ്യങ്ങളുടെ ഭരണാധികാരികളും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ 14 ലോക സംഘടനകളുടെ മേധാവികളുമാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് പകരം വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങിന് പകരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് പകരം പ്രധാനമന്ത്രിയാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത്. 9:30 കൂടി തന്നെ ഈ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. 10:30 കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു G20 ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമായ സമയത്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ വേളയിലാണ് ഈ ആഫ്രിക്കൻ യൂണിയന് അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഈ ആഫ്രിക്കൻ യൂണിയന്റെ പ്രതികരിച്ചെത്തിയ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അസാരി അസുബ്നിയെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തെത്തി അനുമോദിക്കുകയും ചെയ്തു. പിന്നീട് മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ ഈ കോവിഡിന് ശേഷം ലോകത്ത് വലിയ വിശ്വാസരാഹിത്യമുണ്ടായെന്നും ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ഇത് വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി ഈ ഒരു അഭിസംബോധന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മൊറോക്കോയിൽ നിന്നുണ്ടായ ഭൂചലനത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിൽ രാഷ്ട്രത്തിൻ്റെ പേര് ഇന്ത്യക്ക് പകരം ഭാരത് എന്നാക്കി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്ന പേരാക്കുമെന്നുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ രാജ്യത്തുടനീളം നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ G20 വേദിയിൽ ഈ നേതാക്കളൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡിൽ ഭാരത് എന്ന് എഴുതി രേഖപ്പെടുത്തി ആലേഖനം ചെയ്ത ബോർഡ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ നമുക്കറിയാം ഈ ക്ഷണക്കത്തിൽ ഉൾപ്പെടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ളതിന് പകരം പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നും ഒപ്പം തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നൊക്കെ ആക്കിയത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഔദ്യോഗികമായി ഈ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറുപടി ഇതുവരെയും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇത്തരത്തിൽ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ഇതുവരെയും ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 2 സെക്ഷനുകൾ നടക്കും. അതായത് ഒരു ഭൂമി ഒരു ഫാമിലി എന്ന രീതിയിൽ ഉള്ള ചർച്ചകളാണ് ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നത്. അതിൽ വിവിധ വിഷയങ്ങൾ അതിൽ പ്രധാനമായും ഉയർന്നു വരികയും ചെയ്യും. അതായത് ആഗോള സാമ്പത്തിക അവസ്ഥ, ഒപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം, കോവിഡ് ആഘാതം, ഭക്ഷ്യവിതരണ ശൃംഖല തുടങ്ങിയവയൊക്കെ തന്നെ ഈ ഒരു സെക്ഷനിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വസുദൈവ കുടുംബകം എന്ന ആശയത്തിലാണ് ഒരു ഭൂമി ഒരു കുടുംബം എന്ന ആശയത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. വൈകിട്ടോടു കൂടി തന്നെ ഉഭയകക്ഷി ചർച്ചകൾക്കായി 3/4 മണിക്കൂറോളം മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാന നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വൈകിട്ടോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കിയിരിക്കുന്ന അത്താഴ വിരുന്നിൽ ഈ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ അത്താഴ വിരുന്നിൽ അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് എത്തില്ല എന്ന നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഈ ഒരു ക്ഷണത്തിൽ, അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ക്ഷണിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രൗഢഗംഭീരമായ ആഘോഷ പരിപാടികളോടുകൂടിയായിരുന്നു 18ാമത് G20 ഉച്ചകോടിക്ക് ഡൽഹിയിൽ തുടക്കമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുകയും ചെയ്യും. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. മിക്കവാറും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടക്കും. 8 മണിക്ക് രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ഈ നേതാക്കൾ പങ്കെടുക്കും. അത്താഴ സമയത്ത് സാംസ്കാരിക പരിപാടിയും ഉപകരണ സംഗീത നിശ്ചയം ഉണ്ടായിരിക്കും.
ശാസ്ത്രീയ സംഗീതവും നാടോടി സംഗീതവും കലാകാരന്മാർ അവതരിപ്പിക്കും. യുവസംഗീതജ്ഞരും ദിവ്യാംഗ കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. UK പ്രധാനമന്ത്രി ഋഷി സുനക്, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവരുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ദക്ഷിണ കൊറിയ, UAE, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് പകരം പ്രധാനമന്ത്രി ലീ ഷിയാങ് എത്തിച്ചേർന്നിട്ടുണ്ട്. വ്ളാഡിമിർ പുടിന് പകരം വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് റഷ്യയുടെ പ്രതിനിധി. മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന്. മനു, ലോകം ഉറ്റുനോക്കുകയാണല്ലോ ഇന്ത്യയിലേക്ക്. ഈ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യമെന്താണ്? എൽദോ, പ്രധാനമായും ഈ G20 കൊണ്ട്